ഇപ്പം ഇത്രയും കൂടുതൽ അമേരിക്കയെ നമ്മൾ ആശ്രയിച്ചുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടായത്. എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് പ്രശ്നം? 11% ആൾക്കാരേ ഉള്ളൂ. അവർ തിരികെ വന്ന് ചൈന 2 കൈ നീട്ടി സ്വീകരിച്ചിട്ട് അവർക്ക് ആവശ്യമെല്ലാം കൊടുക്കും. സിമ്പിളാണിത്. എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് അതുണ്ടാകാത്തതിൻ്റെ കാരണം എന്താ? ഉറപ്പായിട്ടും നമ്മളെ ഭരിച്ച രാഷ്ട്രീയക്കാർക്ക് ദീർഘവീക്ഷണമില്ലാതായിപ്പോയി. അതായത് നല്ലപോലെ 2 രീതിയിലുണ്ട്. അതായത് ഒന്ന് നല്ലത്, ഒന്ന് മോശം. എപ്പോഴും നമ്മൾ എക്സ്ട്രീം എൻഡിലോട്ടങ്ങ് പോയിക്കോണം. ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാകും, ഇതൊക്കെ നേരിടും. പക്ഷെ ഇതിനെയൊക്കെ നമ്മുടെ ഈ മാജിക് സ്റ്റിക്കില്ല, മന്ത്രവടി ആരുടെ കയ്യിലും ഇല്ല. നമ്മളിത് നേരിട്ടേ മതിയാവും. അതാണ് ലൈഫ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്. ക്രൈസിസ് ഉണ്ടാകും, വോളറ്റൈൽ സിറ്റുവേഷൻ ഉണ്ടാകും, വലിയ മലകൾ കയറേണ്ട ആവശ്യമുണ്ടാകും. ഈ സമയത്ത് ഗവൺമെൻറ്റാണ് മുന്നോട്ട് വരേണ്ടത്. ഗവൺമെൻറ് എങ്ങനെ മുന്നോട്ട് വരണം? ഗവൺമെൻറ് പൂർണ്ണമായിട്ടും പറയണം. അതായത് മോദി ഇവിടെ പറയേണ്ടത്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ പറയേണ്ടത്, ഞങ്ങളിത് നേരിടും, ഇന്ത്യ നേരിടും. അതല്ലാതെ ഷോക്കായി, അതായി, ഇതായി എന്നല്ല പറയേണ്ടത്. ഞങ്ങളിത് നേരിടും. ആ മെസ്സേജാണ് കൊടുക്കേണ്ടത് ഈ ചെറുപ്പക്കാർക്ക്. അമേരിക്കയ്ക്കല്ല കൊടുക്കേണ്ടത്. അമേരിക്കയ്ക്ക് ഈ മെസ്സേജ് ഒന്നും വലിയ പുല്ല് വിലയേ ഉള്ളൂ.